ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി എന്ന എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ തൻ്റെ കയ്യിലെ ബാഗ് തുറന്നിട്ട് വേദപുസ്തകം എടുത്ത് തലയിലോട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് നോക്കിയപ്പോൾ ഒരു ജൂബായും ഇട്ട് ഒരു വെള്ളപ്പാൻറ്റും ഇട്ട് ഈർക്കിരി പോലൊരു മനുഷ്യൻ തലേ പുസ്തകം വെച്ചുകൊണ്ട് വരുന്നു. 3 മക്കളും ഭാര്യയും ഭർത്താവും കൂടെ പെങ്ങളുടെ കല്യാണത്തിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കമ്പനിയില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, കുറേയേറെ കടങ്ങള്, 200 ദിർഹം ശ്രമിച്ചു. ദൂത് ഞാൻ പറയാം, നീ വളരെ ഞെരുക്കത്തിലാണ് വന്നിരിക്കുന്നു. എൻ്റെ ഈ കടം, എൻ്റെ ഈ ബാധ്യത, എൻ്റെ ഈ ഞെരുക്കം നാളെ എങ്ങനെ എന്നറിയാത്ത നിന്നോട് പറയുന്നു, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല ബോബസിന്റെ ചില വയലുകൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, ലൈവിൽ കാണുന്നവരുടെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. നീ പ്രശംസിക്കുന്നെങ്കിൽ നിന്റെ ജ്ഞാനത്തിലോ നിന്റെ ധനത്തിലോ ഒന്നും നീ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദയയിൽ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യം വേഗം ഒന്ന് ഓടിച്ചു 2 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. ശ്രദ്ധിച്ചേ, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സന്നിധിയിൽ ഭോഷത്വമത്രേ. അതുകൊണ്ടാണ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഈ ഭൂമിയിൽ ഭോഷത്വമായ നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആരാധനയിൽ വന്നിട്ട് പ്രശംസിക്കുന്നെങ്കിൽ എന്തിനകത്താണ് പ്രശംസിക്കേണ്ടത്? ദൈവത്തിൻ്റെ ദയയിൽ. ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവത്തിൻ്റെ ന്യായത്തിൽ. നമുക്ക് പലപ്പോഴും ന്യായം കിട്ടിയിട്ടില്ലുണ്ടോ? നമ്മുടെ ഭവനത്തിൽ നിന്ന്, സ്നേഹിതരിൽ നിന്ന്, പഠിച്ച സ്കൂളിൽ നിന്ന് ഒക്കെ പലപ്പോഴും ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന്, നമ്മുടെ മേൽ ഉണ്ടായിരുന്ന അധികാരികൾ നിന്നൊക്കെ പലപ്പോഴും നമുക്ക് ന്യായം കിട്ടില്ല. പക്ഷെങ്കിൽ ദൈവം നിനക്ക് ന്യായം തന്നു. ദൈവം നിന്നോട് ദയ തോന്നി. ദൈവം നിനക്ക് നീതി വെളിപ്പെടുത്തി. അതുകൊണ്ട് ഒരാൾ ആരാധനയ്ക്ക് വന്ന് പ്രശംസിക്കുന്നെങ്കിൽ സ്വന്തം ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ദൈവത്തിൻ്റെ ദയയിൽ പ്രശംസിക്കണം. 2 സദൃശ്യവാക്യം 20-29 വായിക്കുമ്പോൾ 20-29 വേഗം ഓടിച്ചു 2 വാക്യങ്ങൾ ധ്യാനിച്ച് നമുക്ക് ഈ വാക്കിലേക്ക് തിരിച്ചു വരണം. യൗവനക്കാരുടെ ശക്തിയുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ശ്രദ്ധിച്ചേ, ബലത്തിൽ പ്രശംസിക്കരുത്. 1 ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, 2 ബലത്തിൽ പ്രശംസിക്കരുത്. ഇവിടെ 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ, അമേരിക്കക്കാരുടെ ഉൾപ്പെടെ ലോകത്തിൻ്റെ മുഴുവൻ പോപ്പ് സംഗീതത്തിലെ ഏറ്റവും അറിയപ്പെട്ട മനുഷ്യൻ മൈക്കിൾ ജാക്സൺ, തൻ്റെ കണ്ണ് നോക്കാൻ പ്രത്യേക ഡോക്ടർ, വാ നോക്കാൻ പ്രത്യേക ഡോക്ടർ, പല്ല് നോക്കാൻ വേറെ ഡോക്ടർ, ചെവി നോക്കാൻ വേറെ ഡോക്ടർ, അങ്ങനെ തൻ്റെ തടിമുടി മുതൽ കാല് വരെ പരിശോധിക്കാൻ തന്നെ 50-ലധികം ഡോക്ടേഴ്സിനെ ശമ്പളം കൊടുത്താക്കിയ മനുഷ്യൻ. തൻ്റെ ആഹാരമൊക്കെ എല്ലാവരും പരിശോധിച്ചിട്ടേ കഴിക്കത്തുള്ളായിരുന്നു. പക്ഷേ 50 പൂർത്തീകരിച്ചില്ല. 50 പൂർത്തീകരിച്ചില്ല. ഇവിടുത്തെ വലിയ വലിയ ജിംനാസ്റ്റിക്കുകൾ, ഇവിടുത്തെ വലിയ ബോക്സിംഗ് താരങ്ങൾ, അവരൊക്കെ വലിയ വലിയ വർഷങ്ങളും മാസങ്ങളും ശരീരത്തെ പുഷ്ടിപ്പെടുത്തിയിട്ടും ഒരാൾ ഈ ഡ്രില്ലിംഗ് മെഷീനെ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വീണ് മരിച്ചുപോയി. അതുകൊണ്ട് ബലത്തിലാരും പ്രശംസിക്കരുത്, ജ്ഞാനത്തിലാരും പ്രശംസിക്കരുത്. 33 വയസ്സുണ്ടായിരുന്ന അലക്സാണ്ടർ എന്ന മഹാനായ യവനായ സാമ്രാജ്യത്തിൻ്റെ അധിപതി ഇന്ത്യ വരെ വന്ന് വെട്ടിപ്പിടിച്ചിട്ട് അറബിക്കടലെ നോക്കി വെല്ലുവിളിച്ചു പറഞ്ഞ, അറബിക്കടലേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും വെട്ടിപ്പിടിച്ച് എൻ്റെ സാമ്രാജ്യമാക്കിയേനെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയ ആ മനുഷ്യൻ തൻ്റെ തോഴിമാരും ഒരുമിച്ച് പനാമ കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞിൻ്റെ തണുപ്പ് കൊണ്ട് തനിക്ക് പനി പിടിച്ചിട്ട് ജ്വരമായി. സാമ്രാജ്യത്തിലെ സകല വൈദ്യന്മാരും നോക്കിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2 കൈയും ശവപ്പെട്ടിക്ക് പുറത്തേക്ക് മലത്തിയിട്ട് 33-ാമത്തെ വയസ്സിൽ ആ മഹാൻ പോയെങ്കിൽ
ഇവിടുത്തെ ധനത്തിലോ ഇവിടുത്തെ പ്രതാപത്തിലോ ഇവിടുത്തെ സ്ഥാനമാനങ്ങളിലോ ഇവിടുത്തെ ഒന്നിലും നമ്മൾ പുകഴേണ്ട കാര്യമില്ല. പ്രശംസിക്കുന്നവൻ ദൈവത്തിൻ്റെ ദയയോർത്ത്. ഇന്ന് രാവിലെ ഇവിടെ വന്നത് ദയയാണ്. ഇവിടെ വന്ന് പാടി സ്തുതിക്കുന്നെങ്കിൽ ദയയാണ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഈ രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അനുഗ്രഹീതയായ ഗായികയായിരുന്നു, കവിയത്രിയായിരുന്നു മേരി ജോൺ തോട്ടത്തിൽ. അവർ പറഞ്ഞു, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിക്രമത്തിൽ എന്നെഴുതിയെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്തു? അമർന്നുപോയി. നമ്മൾ ഇന്ന് പകലും കൂടെ ജീവിക്കുക. അപ്പം അത് ശ്രദ്ധിച്ചാണ്. ഇന്ന് പകലും കൂടെ, വൈകിട്ട് കാണുമെന്ന് ആർക്കും ഉറപ്പില്ല. പക്ഷെ ഇന്ന് പകലൂടെ ജീവിക്കുമ്പോൾ നീ പ്രശംസിക്കേണ്ടത്, ധന്യനായ പത്രോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എല്ലാരും കൂടെ വാക്യം എന്ന് പറഞ്ഞേ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും. ഒരല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പ്രശംസിക്കാൻ നമുക്ക് വകയുണ്ട്. ധനമല്ല, ജ്ഞാനമല്ല, ബലമല്ല, സ്ഥാനമാനങ്ങളല്ല, ക്രൂശാണ്. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഉടയപ്പെട്ട, ചിതറപ്പെട്ട, പൊടിയപ്പെട്ട ഒരു ദേഹ ക്രൂശിലുണ്ട്. അത് നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തകർത്തതാണ്. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ഇവിടെ ഒത്തിരി ഭാരത്തോടോ പ്രയാസത്തോടോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ വന്നിരിക്കുന്നത്. 49-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ. അതിൻ്റെ 6 മുതലുള്ള വാക്യം, സാംസ് 49 6 മുതൽ. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കും, ജനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്. അടുത്ത വാക്യം ഭയങ്കര ഗൗരവമാണ്. അവർ അവരുടെ സമൃദ്ധിയിൽ പ്രശംസിക്കുന്നു, അവരുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നു, പക്ഷേ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കാൻ ഒക്കത്തില്ല. ഹലോ, ഒരു ധനാഢ്യനായ മനുഷ്യൻ ആ വർഷം കാലാവസ്ഥ ഒത്തുകിട്ടി, സമയത്ത് വളവും വെള്ളവും കൃഷിക്കാരെ എല്ലാം കിട്ടി. അവൻ്റെ വിളവങ്ങ് വിളഞ്ഞു. സാധാരണ 30, ചിലപ്പോൾ 60, പക്ഷേ ഈ പ്രാവശ്യം 100 മേനി അങ്ങ് വിളഞ്ഞു. ഒത്തുകിട്ടിയതാണ്. വിളവെല്ലാം കൂടെ കൊണ്ടുവന്നപ്പോൾ തൻ്റെ പണിയപ്പെട്ട കളപ്പുരയ്ക്ക് അത് ഈ സാധനം കയറത്തില്ല. തൻ്റെ കളപ്പുരകളെല്ലാം നിറഞ്ഞു. അപ്പോൾ താൻ തന്നോട് തന്നെ പറയാണ്. തന്നെ സംസാരിക്കുന്നവരുണ്ട് കേട്ടോ. ഹലോ, താൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ചു പണി. ഈ കൊണ്ടുവന്നേക്കുന്ന ധാന്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കളപ്പുരകളിൽ നിറച്ചു വെക്കും. എനിക്ക് ഏറിയ ആണ്ടയൊക്കെ കഴിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വിളിച്ചു മൂടാ. ധനവാനെ നല്ല വിളിച്ചേ, വലിയ കളപ്പുരയുടെ ഉടമസ്ഥനെ നല്ല വിളിച്ചേ, ദൈവം അവനെ വിളിച്ച പേര് മൂടാ. ഇന്ന് നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഉണ്ടാക്കി വെക്കതൊക്കെ ആര് അനുഭവിക്കും? നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരല്ലേലൂയ പറഞ്ഞേ. അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്നുവെന്ന് ഒരല്ലേലൂയ പറയണം. എന്നാൽ നിനക്ക് പ്രശംസിക്കാൻ ഒന്നുണ്ട്, അത് കാൽവറിയാണ്. കാൽവറിയാണ്. ഹല്ലേലൂയ. എത്ര പേര് രാവിലെ ആ കാൽവറിയുടെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. ഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പാടി, കാൽവേറി ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, കാൽവേറി ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നു മാർവോടാണ് ചീടും സ്നേഹമേ,
എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹം. ഓ പൊന്നുമാർവോടാണ് ചീടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്നതേ ഉള്ളൂ, പക്ഷെ കാൽവറി നിന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ടിരിക്കുക. നിന്റെ വേദന അടുത്തിരിക്കുന്ന വിശ്വാസിക്ക് അറിയത്തില്ല. നിന്റെ ചങ്കു പൊട്ടി കരയുന്ന വിഷയം തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയ്ക്കോ മക്കൾക്കോ അറിയത്തില്ല. പക്ഷെ അറിയുന്ന കാൽവറിയുണ്ട്. അവൻ ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ കണ്ണുനീര് ഒപ്പി ഒപ്പി എടുക്കുന്ന യേശു ഇവിടെ ഉള്ളത് കൊണ്ട് പ്രശംസിക്കുന്നവൻ, ഹല്ലേലൂയ പറയണം, പ്രശംസിക്കുന്നവൻ ഇന്ന് രാവിലെ കർത്താവിന്റെ ക്രൂശിൽ പ്രശംസിക്കട്ടെ. നീ ഇന്ന് രാവിലെ കർത്താവിന്റെ ക്രൂശിൽ ഒന്ന് പ്രശംസിക്കാമോ? നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അവൻ മാറ്റും. നിന്റെ ഭാരം അവൻ ചുമക്കും. ക്രൂശ് ചുമക്കാൻ അവൻ അറിയാമെങ്കിൽ നിന്നെ ചുമക്കാൻ അറിയാം. ക്രൂശ് ചുമക്കാൻ അറിയാമെങ്കിൽ നിന്റെ വേദന ചുമക്കാൻ അറിയാം. ക്രൂശ് ചുമക്കാൻ അറിയാമെങ്കിൽ നിന്റെ കഷ്ടത ചുമക്കാൻ അറിയാം. ക്രൂശ് ചുമക്കാൻ അറിയാമെങ്കിൽ നിന്റെ രോഗങ്ങളെ ചുമക്കാൻ അറിയാം. ഈ രാവിലെ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളുകളായി നീ തനിയെ ചുമക്കുന്ന ചില പോരുകളെ യേശു അഴിക്കുകയോ. റോമാലേഖനം 11-ാം അധ്യായം 17-18 വാക്യം വേഗം ഒന്ന് വായിക്കണം. കൊമ്പുകളിൽ ചിലത് ഓടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല വേർ നിന്നെ അത്രേ ചുമക്കുന്നത് എന്നോർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മുടെ പേര് കാട്ടൊലിവ്. എന്താണ്? കഴിഞ്ഞ ആഴ്ച വന്ന ദൈവദാസൻ പറഞ്ഞായിരുന്നു, മിസ്രൈമിൽ നിന്ന് ഞാൻ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, കാല കളച്ചു, കല്ല് പറക്കിക്കളഞ്ഞു, വേലി കെട്ടി അതിനെ നട്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുപോലെ നമ്മൾ വെറും കാട്ടൊലിവായിരുന്നു. എന്തായിരുന്നു? എല്ലാവരും പറ, കാട്ടൊലിവായിരുന്നു. കൃപയാൽ നമ്മളോട് ദയ തോന്നി, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു. സ്വന്തം ജനമായ ഇസ്രായേൽ എന്ന നല്ല ഒലിവ് അവനെ തള്ളി. ബർവാസിനെ വിട്ടുതാ യേശുവിനെ ക്രൂശിക്കാൻ പറഞ്ഞു. അവനെ തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ കോപത്തിൽ അവരെയും തള്ളി. ആ ദേഷ്യത്തിന് നല്ല ഒലിവെന്ന് ഒരു കൂട്ടം ഒലിവുകമ്പ് തമ്പുരാൻ ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ പറയണം. ഒടിച്ചു കളഞ്ഞ അത്രയും സ്ഥലം വേക്കൻ്റ് ആയപ്പോൾ ചന്തസ്ഥലത്തും വഴിയോരത്തും വേലിക്കരികിലും ഒക്കെ മെനക്കെട്ട് നിന്ന് എന്നെ പോലെയുള്ള ആളുകളെ വിളിച്ചോണ്ട് വന്നിട്ട് ആ ഒടിച്ചെടുത്തോട്ട് ഒട്ടിച്ചു. നല്ല സ്തോത്രം പറയണം. അതുകൊണ്ട് ഇന്ന് പകൽ പ്രശംസിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് റൈറ്റ് റെവറൻഡ് മോസ്റ്റ് PC ചെറിയാൻ എന്നും പറയുമ്പോൾ നമ്മൾ ഞെളിയല്ല, കാട്ടൊലിവായിരുന്നു. ഒരു കണ്ണിനും ദയയില്ലായിരുന്നു. ഒരു മനുഷ്യൻ അംഗീകരിക്കത്തില്ലായിരുന്നു. പലരും കാണുമ്പോൾ വാതിൽ കൊട്ടി അടയ്ക്കുമായിരുന്നു. ഈ ബാധ പോട്ടെന്ന് വിചാരിച്ച്, ഈ ശല്യം ഒഴിയട്ടെന്ന് വിചാരിച്ച്, കൃപയാൽ കർത്താവ് തേടി വന്ന് പിടിച്ചെടുത്ത് ഒട്ടിച്ചു ചേർത്തു. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ സന്തോഷം ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോഴും അപ്പൻ കാട്ടൊലിവെന്ന് പറഞ്ഞ, അമ്മ കാട്ടൊലിവെന്ന് പറഞ്ഞ, സഹോദരൻ കാട്ടൊലിവെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ചിലതിനെ ദൈവം ഒട്ടിക്കാൻ പോകുകയാണ്. കരയുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിച്ചോണം. ആർക്കും വേണ്ടാത്ത ചില കാട്ടൊലിവിനെ ഇന്ന് രാവിലെ ആ പുത്രനാകുന്ന നല്ല ഒലിവിനോട് ഒട്ടിച്ച് ഞാൻ ദൂത് പറയുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറകളിൽ തകർക്കപ്പെട്ട ചിലതിനെ ഒട്ടിച്ചു ചേർക്കുന്ന
ഹല്ലേലൂയ. അപ്പോൾ ഒടിച്ചു, ഒട്ടിച്ചു. പറഞ്ഞെല്ലാവരും, ഒടിച്ചു, ഒട്ടിക്കാൻ വേണ്ടി നിന്നെ വെട്ടിയെടുത്തു. അവനെ ഒടിച്ചു, ഒട്ടിക്കാൻ വേണ്ടി നിന്നെ വെട്ടിയെടുത്തു. നാശകരമായ കുഴഞ്ഞ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർത്ത് ദൈവത്തിൻ്റെ ആലയത്തോട് ചേർത്ത് പണിയാൻ യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ നിന്നെ ചേർത്ത് പണിയേണ്ടതിന് ദൈവം വെട്ടിയെടുത്തു. നല്ല സ്തോത്രം പറയണം. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടുമായിരുന്നു, കാട്ടൊലീവ ഇരുന്ന എന്നെ നാട്ടൊലീവോടവൻ ഒട്ടിച്ചു, കാട്ടൊലീവ ഇരുന്ന എന്നെ നാട്ടൊലീവോടവൻ ഒട്ടിച്ചു, സൽഫലം കായിച്ചുലയുവാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയരെ, നമ്മൾ വേറൊരു കാട്ടൊലിവാരം. അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ കൊമ്പിനെ ഓർത്തല്ല, നിന്നെ താങ്ങി നിർത്തിയ വേരിനെ ഓർത്ത്. നീ നിൽക്കുന്നത് ആ വേരല. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ ഞെളിയരുത്. ഞെളിയാതിരിക്കാൻ കാരണം സ്വന്തം കൊമ്പിനെ ഒടിച്ചെങ്കിൽ നിന്നെ ഒടിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഹല്ലേലൂയ പറയണം. നാട്ടുകാർ നിന്നെ ഒടിക്കാതിരിക്കാൻ തമ്പുരാൻ ചെയ്തത്, പഴയ നല്ലൊലിവിനോട് കാട്ടൊലിവ് ചേർത്തിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് അല്ല ചുറ്റിയത്, പുത്രന്റെ രക്തമാണ്. സ്തോത്രം പറയണം. യേശുക്രിസ്തുവിന്റെ രക്തം ഈ ഒടിച്ചോണ്ട് വന്ന കമ്പും ഈ പഴയ നല്ലൊലിവിനോട് വെച്ചിട്ട് ചേർത്ത് രക്തം കൊണ്ട് ബൈൻഡ് ചെയ്തു. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കേണ്ടേ. നല്ല സ്തോത്രം പറയണം. അതുകൊണ്ട് രാവിലെ എണ്ണിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം ജയം പറയണം. നിർത്തിയേക്കുന്നത് രക്തമല്ലേ. ഉച്ചയ്ക്ക് നീ ആഹാരം കഴിക്കുമ്പോൾ രക്തം ജയം പറയണം. വൈകിട്ട് കിടക്കുമ്പോൾ രക്തം ജയം പറയണം. നിന്റെ തലമുറയെ രക്തം കൊണ്ട് മുദ്രയിടണം. നിന്റെ ബിസിനസ്സിനെ രക്തം കൊണ്ട് മുദ്രയിടണം. നിന്റെ വാഹനങ്ങളെ രക്തം കൊണ്ട് മുദ്രയിടണം. നിനക്ക് ദൈവം തന്ന ദാനങ്ങളെ രക്തം കൊണ്ട് മുദ്രയിടണം. നിന്റെ സമ്പത്തിനെ, നിന്റെ ആയുസിനെ, ആരോഗ്യത്തെ രക്തം കൊണ്ട് മുദ്രയിടണം. ഇന്ന് രാവിലെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. വിശ്വസിക്കുന്നവർ കരം നന്നായിട്ടടിച്ച് ദൈവത്തെ ആരാധിച്ച് നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാവിലെ ഇറങ്ങി വന്ന് മറുപടി തരുവാൻ. ഹല്ലേലൂയ. ഈ യാക്കോബ് 4:13 ഒന്ന് വായിച്ചേ. യാക്കോബ് 4:13 മുതൽ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേക്ക് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നു. അല്പനേരത്തെ എല്ലാരും പറഞ്ഞേ, കേട്ടില്ല. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഒരല്ലേ പറയണം. അയ്യോ, ഈ സ്റ്റെപ്പൊക്കെ കയറി വരാൻ കൃപ തന്നില്ലേ? ഒരല്ലേ പറഞ്ഞേ. രാവിലെ 5 മണിക്ക് എണീച്ച് കുളിച്ചൊരുങ്ങി ആരാധനയ്ക്ക് വന്ന് 7 മണിക്ക് എത്താൻ സഹായിച്ചില്ലേ? സ്തോത്രം പറയണം. ഈ ജീവൻ വെറും ഒരാവിയാ. അതുകൊണ്ട് നീ നിന്റെ ഈ ജീവനിൽ പ്രശംസിക്കരുത്. നിന്റെ ആരോഗ്യത്തിൽ പ്രശംസിക്കരുത്. നിന്റെ സ്ഥാനമാനങ്ങളിൽ പ്രശംസിക്കരുത്. 40 വണ്ടിയുടെ അകമ്പടിയോടൊപ്പം കൊണ്ടിരുന്ന അധികാരികളൊക്കെ ഇപ്പം പണ്ടത്തെ വണ്ടിയെ കയറി പോവാം. ഒരൊറ്റ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. ADGP തൊട്ട് DGP തൊട്ട് താഴോട്ട് എല്ലാവരും ഇങ്ങനെ നിന്നവിടെ നിന്ന് ഇപ്പം മൈൻഡ് ചെയ്യുന്ന ഇത്രയേ ഉള്ളെന്നേ. അതുകൊണ്ട് സ്ഥാനത്തിലോ മാനത്തിലോ അധികാരത്തിലോ പദവിയിലോ ഒന്നും നീ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിൽ സ്വത്രം പറഞ്ഞേ ദൈവത്തിൻ്റെ ദയയിൽ. ഹല്ലേലൂയ. അവൻ്റെ ദയ ഇന്നലെ രാവിലെ തന്നതല്ലേ, എന്നാൽ പിന്നെ അതുകൊണ്ട് നാളെ ജീവിച്ചോളാൻ പറഞ്ഞൊരു ദൈവമല്ല. നമ്മുടെ കൂട്ട് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പഴുത് ചൂടാക്കി തരുന്ന ദൈവമല്ല. അവൻ്റെ ദയ രാവിലെ തോറും. പറയെല്ലാരും, ഇന്ന് രാവിലത്തെ ദയ പുതിയതാന്ന്. പഴയ ഒരു സാധനം തരത്തില്ല. നിന്റെ ആരോഗ്യം പുതിയതാ,
നിന്റെ നന്മ പുതിയതാ. ഇന്ന് രാവിലെ ചില കുടുംബങ്ങളിൽ പുതിയ ചില അനുഗ്രഹങ്ങൾ ദൈവം പകരുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവര് നിന്റെ ശുശ്രൂഷ പുതുകാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. രാവിലെ തോറും അവന്റെ ദയ പുതിയതാ പുതിയതാ. ഉടവാ രമന രഗത. ആ വാക്യം നോക്കിയ നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം പറ, ഈ വക പ്രശംസയെല്ലാം ദോഷമാണ്. അപ്പൊ ചുമ്മാതെ ഒന്നിലും പ്രശംസിക്കുന്നു. നമ്മുടെ നെബൂഖദ്നേസർ എന്ന് പറയുന്ന മഹാരാജാവ് 4-ാം അധ്യായം ഒന്ന് വായിക്കണം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 30-31 വാക്യം. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് പെട്ടെന്ന് വായിച്ചേ. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായപ്പെടുന്ന മഹദിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു തുടങ്ങരുത്. എന്നെ ശ്രദ്ധിച്ചേ, വായിച്ചുകൊണ്ടിരിക്കല്ലേ. ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ അനുഗ്രഹിതനായ ദൈവം തല തങ്കം കൊണ്ടെന്ന് പറയാവുന്ന നിലയിൽ യഥാർത്ഥമായ തങ്കനിർമ്മിതമായ സ്വർണ്ണനിർമ്മിതമായ സ്വർണ്ണലിപികൾ എഴുതാൻ കൊള്ളാവുന്ന ഭരണം ലോകത്തിന് കാഴ്ചവെച്ച ഒന്നാമത്തെ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് ആര്? നെബൂഖദ്നേസർ. അതാ കണ്ട പ്രതിമ തല തങ്കം കൊണ്ട്. നെബൂഖദ്നേസർ തല തങ്കം കൊണ്ട്. രണ്ടാമത്തെ പറഞ്ഞ മേത്യരും പേർസരുമ, നെഞ്ചും കൈയും താമ്രം. നെഞ്ചും കൈയും തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അരയും വയറും താമ്രം കൊണ്ട്, കാല് രണ്ടും തുട രണ്ടും ഇരുമ്പ് കൊണ്ട്, കാലും കാൽപാദങ്ങളും പാതി കളിമണ്ണും പാതി ഇരുമ്പും. ഇത് ലോക സാമ്രാജ്യങ്ങളുടെ ഇന്ന് വരെയുള്ള അവസ്ഥ അന്ന് കാണുക. അന്ന് കാണുമ്പോഴത്തെ തല തങ്കങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? നെബൂഖദ്നേസർ. ആ പുള്ളിയുടെ പ്രതാപത്തിൽ താന് മനോഹരമായ രാജധാനി പണിതു. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടി ഇങ്ങനെ താൻ ഉലാവുകയാണ്. ഈ ഉലാവുമ്പോൾ ശ്രദ്ധിച്ചോണം, ദാവീദായാലും നെബൂഖദ്നേസർ ആയാലും താഴെ വീഴും. ദാവീദ് ഉലാവിയപ്പോൾ അറിയാമല്ലോ, നെബൂഖദ്നേസർ ഉലാവിയപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ പ്രതാപത്തിനായിട്ട് എൻ്റെ ധനമാഹാത്മ്യത്തിൽ പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് പറഞ്ഞ തുടങ്ങി. വാക്കി പറയും മുമ്പേ പുല്ല് തീറ്റിച്ചു. അല്ലല്ലേ പറഞ്ഞ്? സ്വയം എപ്പോൾ പ്രശംസിച്ചോ അപ്പോൾ അവന് ഒരു കാട്ടുകഴുതയുടെ സ്വഭാവമായിപ്പോയി. 7 വർഷം അവനെ വനത്തിലിട്ട് പുല്ല് തീറ്റിച്ചു. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഓർത്തോണം, ഒന്നിലും പ്രശംസിക്കേണ്ട. എൻ്റെ കൈക്കരുത്തോണ്ട് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, നീ തന്നെത്താൻ ഒരു വീടൊക്കെ വെച്ച് നല്ല കിണറൊക്കെ കുടിച്ച് വെള്ളം കിട്ടി നല്ല വയലിൽ കൃഷി ചെയ്ത് ആദായമൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ടിരിക്കുമ്പോൾ നീ പറയരുത് ഇതൊക്കെ എൻ്റെ കൈക്കരുത്ത് കൊണ്ട് നേടിയെന്ന് നീ ഒരിക്കലും പറയല്ലാരും പറയരുത്. കർത്താവിൻ്റെ ദയ കൊണ്ടാണ് ഇതെല്ലാം. എനിക്ക് ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പ്രശംസിക്കുന്നവൻ നമ്മുടെ 8-ാമത്തെ വാക്യം എന്തായിരുന്നു? 44-ന്റെ 8 എന്ത് വരുന്നു? ദൈവത്തിൽ ഞങ്ങൾ നിത്യം, നിങ്ങൾ ഇവിടെ ഉണ്ടോ എല്ലാവരും? ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു, നിന്റെ നാമത്തിനെന്നും നിത്യം പ്രശംസിക്കണം. ആരോഗ്യത്തിലല്ല, ധനത്തിലല്ല, സ്ഥാനമാനങ്ങളിലല്ല, പദവിയിലല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിൽ പ്രശംസിക്കണം? ദൈവത്തിൽ പ്രശംസിക്കണം. ദൈവത്തിൽ പ്രശംസിക്കണം. കുഞ്ഞുങ്ങളോട് പറഞ്ഞ, മോനെ ഇന്നത്തെ ദിവസം നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹമാടാ, പുകരാൻ ഒന്നുമില്ലടാ, പ്രശംസിക്കാൻ ഒന്നുമില്ലടാ. ഒരു സ്തോത്രം പറഞ്ഞേ, അവൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുക. നാളെയെക്കുറിച്ച് നമ്മൾ പ്രശംസിക്കരുത്. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. മനുഷ്യരിൽ പ്രശംസിക്കരുത്. നമ്മൾ വായിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ രാവിലെ ആശ്രയം മൊത്തം ദൈവത്തിൽ നിന്ന് വെച്ചേ. ഞാൻ ഒരു ദൂത് പറയാൻ പോവാ.
ആശ്രയം മൊത്തം ദൈവത്തിന് പിടിച്ച് ഒന്നാക്കിക്കേ. നീ ആർക്കും ഒടിക്കാൻ കഴിയാത്ത ആ കൊമ്പലൊന്ന് പിടിച്ചേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ബോവസ് പറഞ്ഞു, കുഞ്ഞെ രൂത്തേ, നീ ആശ്രയിച്ചു വന്നിരിക്കുന്ന സ്ഥലം നല്ലതാടി. ഇനി ഈ വയൽ വിട്ട് നീ എന്ത് ചെയ്യണ്ട, പോകണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ വയൽ ദൃഷ്ടി വെച്ച് പറക്കിക്കോളാൻ പറഞ്ഞു. എന്തുവാ പറഞ്ഞത്? പൊഴിഞ്ഞു വീഴുന്ന യവത്തേലോ ഗോതമ്പേലോ ദൃഷ്ടി വെക്കാനല്ല പറഞ്ഞത്, ഇതൊക്കെ വിളഞ്ഞു നിൽക്കുന്ന വയലിൽ ദൃഷ്ടി വെച്ചോണം. അതല്ലേ പറഞ്ഞ്, ഇന്ന് രാവിലെ നിന്റെ ദൃഷ്ടി സ്വർഗം ഒരുക്കുന്ന ചില നന്മകൾ കാണാൻ. ഹല്ലേലൂയ. അവൾ ആ വാക്ക് ഏറ്റെടുത്ത് പറഞ്ഞത് ബോവസ് അല്ലേ? വയൽ ആരുടെയാ? ബോവസിന്റെ. ആരാ ഇവളോട് പറഞ്ഞത് ദൃഷ്ടി വെച്ചോളാൻ? ബോവസ്. അവൾ എവിടെ നോക്കി? ആ നാട്ടുകാർ നോക്കിയപ്പോൾ പൊഴിഞ്ഞു വീഴുന്ന യവം പറക്കുക. പക്ഷെ അവൾ നോക്കിയത് യവം വളഞ്ഞു നിൽക്കുന്ന വയലാണ് നോക്കിയേ. പിന്നത്തതിൽ ആ വയൽ അവിടെ പറഞ്ഞേ, കാലാ പറക്കാൻ വന്നോള് വയലിൻ്റെ യജമാനത്തിയായെന്ന്. ഇന്ന് രാവിലെ ദൂത് ഞാൻ പറയാം, നീ വളരെ ഞെരുക്കത്തിലാണ് വന്നിരിക്കുന്നു. എൻ്റെ ഈ കടം, എൻ്റെ ഈ ബാധ്യത, എൻ്റെ ഈ ഞെരുക്കം നാളെ എങ്ങനെ എന്നറിയാത്ത നിന്നോട് പറയുന്നു, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല ബോവസിൻ്റെ ചില വയലുകൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാവിലെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്, നീ ഇതുവരെ കണ്ട ദൃശ്യമണ്ഡലങ്ങൾക്ക് വെളിപ്പെടാത്ത ചില അനുഗ്രഹങ്ങൾ ദൈവം നിന്റെ പക്കൽ ഏൽപ്പിക്കുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കരുത്തുള്ളവര്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രശംസിക്കണം. ഏറ്റവും നല്ല ജ്ഞാനിയായ പൗലോസ്, ധനാട്യനായ പൗലോസ്, ഇസ്രായേൽ ജാതിക്കാരനായ പൗലോസ്, ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലോസ്, ഗമാലിയലിൻ്റെ പാദപീഠം ഇരുന്ന് പഠിച്ച പൗലോസ്, ന്യായപ്രമാണത്തിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ന്യായപ്രമാണം ആചരിച്ച പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശൻ, റോമൻ പൗരത്വം സ്വന്തമായി ജന്മനാ കിട്ടിയവൻ, ഹല്ലേലൂയ, ബെന്യാമിൻ ഗോത്രക്കാരൻ, അധികാരപത്രം കയ്യിലുള്ളവൻ, അക്കാലത്തെ ഉന്നതമായ ഡബിളോ ത്രിബിളോ അല്ലിയ ഈ മാസ്റ്റർ ഡിഗ്രിയുള്ള വലിയ മനുഷ്യർ. ഹല്ലേലൂയ പറഞ്ഞേ. അദ്ദേഹം പറയുകയാണ്, ഞാനിതിലൊന്നും പ്രശംസിക്കുന്നില്ല, അതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണുകയാണ്, അതെല്ലാം ചപ്പെന്നെണ്ണുകയാണ്. പക്ഷേ ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ ആ ദമസ്കോസിൻ്റെ പടിവാതിക്കെ വെച്ച് സൂര്യനെ വെല്ലുന്ന വെളിച്ചത്തിൽ എന്നെ ഈ കൃപയിലേക്ക് നടത്തിയ എൻ്റെ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. ക്രൂശിനെ നീ ഉയർത്തിയാൽ ക്രൂശ് നിന്നെ ഉയർത്തും. ക്രൂശിൽ നീ പ്രശംസിച്ചാൽ ക്രൂശ് നിന്നെ പ്രശംസിക്കും. വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാവിലെ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ ക്രൂശ് നിന്നെ ഉയർത്തുന്ന നാമമാണ്. ഹല്ലേലൂയ. ഇപ്പോളെ നിത്യതയെ വിശ്രമിക്കുന്ന PV ആശാരി ഉപദേശം, ഞാൻ ഒത്തിരി പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഏറ്റു പറഞ്ഞതാ. നമ്മളൊക്കെ പേടിച്ച പുള്ളിയടക്കം നിൽക്കുന്നത് പുള്ളി പറയുന്ന അതുപോലെ പറഞ്ഞോണം. പുള്ളി പറയുന്നത് അങ്ങനെ പറയാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വല്ല ഇട്ട് പറഞ്ഞാൽ പുള്ളി എടാ ഇറങ്ങിപ്പോടാന്ന് പറയും. പുള്ളിക്ക് അതൊന്നും വിഷയമല്ല. അതായിരുന്നു PV ആശാരി. കണ്ടിട്ടുണ്ടോ? അനേക പ്രാവശ്യം എൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്, ഒത്തിരി പ്രോഗ്രാമിന് കൂടെ പോയിട്ടുണ്ട്. ആ മനുഷ്യൻ ഇവിടുന്ന് ദൈവകൃപയാൽ അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന ജോൺ എഫ് കെന്നഡി എയർപോർട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ, ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി എന്ന എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ തൻ്റെ കയ്യിലെ ബാഗ് തുറന്നിട്ട് വേദപുസ്തകം എടുത്ത് തലയിലോട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് നോക്കിയപ്പോൾ ഒരു ജൂബായും ഇട്ട് ഒരു വെള്ളപ്പാൻറ്റും ഇട്ട് ഈർക്കിരി പോലൊരു മനുഷ്യൻ തലേ പുസ്തകം വെച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു പുള്ളി എയർപോർട്ടെല്ലാം കണ്ടപ്പോൾ ലെവൽ തെറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചു പറഞ്ഞു, ശരിപദേശി ഇത് എയർപോർട്ടാണ്, ന്യൂയോർക്കാണ്, ജോൺ എഫ് കെന്നഡി എയർപോർട്ടാണ്, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്, അതുകൊണ്ട് പുസ്തകം മാറിക്കിടാന്ന് പറഞ്ഞു. പുള്ളി ഇടപാടെന്നൊക്കെ വിളിക്കും കിട്ടും, മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഹരിജൻ എടാ, എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബക്കാരൊക്കെ വല്ലോൻ്റെയും വീട്ടിൽ കോഴിക്കൂടിന് പട്ടിക അടയ്ക്കുമ്പോൾ, ഹലോ, അദ്ദേഹം പറഞ്ഞ ഭാഷയാണ്, വല്ലോൻ്റെയും വീട്ടിൽ കോഴിക്കൂടിനും പട്ടിക്കൂടിനും പട്ടിക അടിക്കുമ്പോൾ എടാ എന്നെ ഈ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി കൊണ്ടപ്പോൾ എയർപോർട്ടിൽ ഇറക്കിയത് ഈ പുസ്തകമാടാ. എനിക്ക് ഉയർത്താൻ ഈ പുസ്തകം, നല്ലൊരു ഹല്ലേലൂയ പറയണം.
ഹല്ലേലൂയ. നീ ഈ പുസ്തകത്തെ സ്നേഹിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി ദൈവം മാറ്റും. നിന്റെ ആ കെട്ട പാരമ്പര്യം ദൈവം മാറ്റും. ഇന്നത്തെ ശൂന്യത ദൈവം മാറ്റും. നീ ഒന്ന് പ്രശംസിച്ചേ, കർത്താവിന്റെ കൃപയിലൊന്ന് ആ ദയയിലൊന്ന് ആനന്ദിച്ചേ. സന്തോഷമുള്ളവര് മാത്രം കരമൊന്നടിച്ച് ഈ രാവിലെ ദൈവത്തെ ആരാധിച്ചേ. പ്രശംസിക്കാനുണ്ടെങ്കിൽ ചില കുടുംബത്തിന്റെ കെട്ടഴിയുകയാണ്, ചില തലമുറകളുടെ കെട്ടഴിയുകയാണ്. നാളുകളായി കുടുംബത്തിന്റെ ഉള്ളറയിൽ സ്വസ്ഥതയില്ലാതെ അലട്ടുന്ന ചില പൈശാചിക പോരുകളുടെ മേൽ ഏറ്റെടുത്തൊന്ന് ആരാധിച്ചു. ഒരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ ഈ പകൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ജുഡബ രമന രഗദ റൗഷജനാരക രഗദര വൈനക ദീപര ബലബ ശബ്ദര ദിമനെ. എല്ലാവരും ചേർന്ന് കരം നന്നായിട്ട് അടിച്ച് ഹല്ലേലൂയ. ദിഗര ബല 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 ശൈദരാദരാദര റൗഷവനാദര. ഓ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുക. എനിക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്. പലപ്പോഴും ഞാൻ ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 1, 2, 3 വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ കൃപ വേണോ സൗഖ്യം വേണോ? ഞാൻ പറഞ്ഞു, കൃപ മതി, സൗഖ്യം താൽക്കാലികമാണ്. ഇന്ന് സൗഖ്യമായ നാളെ പിന്നെയും സൗഖ്യം വരും. നാളെ സൗഖ്യമായ നാളെ കഴിഞ്ഞ് വേറെ സൗഖ്യം വരും. പക്ഷെ കൃപ ഒരിക്കലും മാറത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ കൃപ എനിക്ക്. പറഞ്ഞ എല്ലാവരും രാവിലെ കൈ ഉയർത്തി പറ, ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി. ഞാൻ നിന്റെ ദയയിൽ പ്രശംസിക്കുകയാണ്. എന്റെ കൃപ നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നത്. സ്തോത്രം പറയണം. രാവിലെ നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ ഒന്ന് ഏറ്റെടുത്തേ. നിന്റെ തെരഞ്ഞെടുപ്പ് ഓർത്തൊരു സ്തോത്രം പറഞ്ഞേ. നിന്റെ വീണ്ടെടുപ്പ് ഒരു സ്തോത്രം പറഞ്ഞേ. നിന്റെ രക്ഷയോർത്തൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം ചിലരോട് പറയുന്നു, ഈ രക്ഷയ്ക്കകത്ത് പുതിയ വഴിയുണ്ട്, ഈ വീണ്ടെടുപ്പിനകത്ത് പുതിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വരെ നടന്ന വിധങ്ങൾ മറന്നേക്ക്. ഒരു പുതിയ പാതയിലൂടെ നീ ഈ വഴിയെ ഇതുവരെ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ പാതയിലൂടെ ദൈവം ചില കുടുംബങ്ങളെ കരം പിടിച്ചു നടത്താൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാവിലെ ദൈവത്തെ കരമൊന്നടിച്ച് ആരാധിച്ച് അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ. ഓ റബലബലബസ്. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുന്നത് പണ്ട് ചെയ്ത ഒരു അത്ഭുതം പറഞ്ഞിട്ട് നിങ്ങളെ സുഖിപ്പിക്കാനല്ല. അവൻ ഇന്നും അത്ഭുത മന്ത്രിയാ. ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, ലൈവിൽ കാണുന്നവരുടെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്ന. നീ അറിയാത്ത ചില രോഗബന്ധനങ്ങളെ നീ അഴിച്ചുകൊണ്ടിരിക്കുകയാ. ചില ശാപമണ്ഡലങ്ങളെ അഴിച്ചുകൊണ്ടിരിക്കുകയാ. ചില അന്യാരാധന പോരുകളെ അഴിച്ചുകൊണ്ടിരിക്കുക. അവൻ നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രാർത്ഥിക്കാൻ പോവുകയാ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. 44 പരം വർഷങ്ങൾക്ക് പുറകിൽ ഒരു കണ്ണിനെന്തേ ഇല്ലാതെ, അപ്പന് വേണ്ടാത്ത, അമ്മയ്ക്ക് വേണ്ടാത്ത, സഹോദരങ്ങൾക്ക് വേണ്ടാത്ത, കുടുംബക്കാർക്ക് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത, വെറും വേസ്റ്റായ, ചവറ്റുകൊട്ടയിലിടാൻ പോലും കൊള്ളത്തില്ലാത്ത, പാഴായി പോയ, ശൂന്യമായി പോയ, തകർന്ന 8 നിലയിൽ തകർന്നു പോയ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പാസ്സാക്കി നിർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാവിലെ പ്രശംസിക്കാൻ വകയുണ്ട്. എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ച് ദൈവം ചിലരോട് ആഴമായി ഇടപെടുകയാ. നിന്റെ ജീവിതത്തിന് മേൽ ഒരു ശാശ്വതമായ വിടുതൽ ദൈവം എന്ന് പകരുക. നീ അറിയാത്ത, നീ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത ചില അത്ഭുത വഴികളിലൂടെ ദൈവം നിന്നെ നടത്താൻ പോകുകയാ. ദൈവത്തിന് തകർന്ന കപ്പൽ വിഷയമല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന് രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടത് വിഷയമല്ല. ദൈവത്തിന് ഈശാനമൂലം അടിച്ചത് വിഷയമല്ല. തകർന്ന കപ്പലിന്റെ കൊച്ചു പലകയുണ്ടല്ലോ,
ഹലോ, തകർന്ന കപ്പലിന്റെ കൊച്ചു പലകയുണ്ടല്ലോ, ആ പലകയെ പിടിച്ച് അക്കരെ കയറ്റാൻ അറിയാം. അതിന് പാസ്പോർട്ട് വേണ്ട, അതിന് വിസ വേണ്ട, അതിന് ടിക്കറ്റ് വേണ്ട. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. അതിന് ബോർഡിംഗ് പാസ് വേണ്ട, സെക്യൂരിറ്റി ചെക്ക് വേണ്ട, കസ്റ്റംസ് ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പലകയെ പിടിച്ചവർ അക്കരെ കയറിയെന്ന്. ഇന്ന് രാവിലെ ആ ഒരു ഭരണി എണ്ണ കൊണ്ട് കടം മുഴുവൻ വീട്ടി ശേഷിപ്പ് കൊണ്ട് ഉപജീവനം കഴിച്ചെങ്കിൽ ആ ഒരു ചെറിയ പലകയെ പിടിച്ച് നിന്നെ അക്കരെ കയറ്റാൻ പോകുക. ഏറ്റെടുക്കുന്ന ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ആ തകർന്നതിന്റെ അവശിഷ്ടമായ, തകർന്നതിന്റെ വാക്യപത്രമായ കൊച്ചു പലകയെ പിടിച്ച് ദൈവം നിന്നെ അക്കരെ കയറ്റുമെന്ന് വിശ്വസിക്കുന്നവര് കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആഴമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഒരു പിടി മാവും ഒരൽപ്പം എണ്ണയും 3.5 വർഷം തീർന്നില്ലെങ്കിൽ ഹല്ലേലൂയ പറയണം. 3 മക്കളും ഭാര്യയും ഭർത്താവും കൂടെ പെങ്ങളുടെ കല്യാണത്തിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കമ്പനിയില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, കുറേയേറെ കടങ്ങള്. 200 ദിർഹംസ് മിച്ചം. 10 വർഷം കഴിഞ്ഞു. പിള്ളേരും 3 പുള്ളിയും ഭാര്യയും അവിടെ അന്തസ്സായിട്ട് ജീവിക്കുക. ആന്റിയും പിള്ളേരും ഇവിടെ ഒരു സഭായോഗത്തിന് വന്നായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത്രയും വർഷം കൂടെ ആ പൈസ കൊണ്ട് ജീവിക്കുക. സുഭിക്ഷമായിട്ട് പുതിയ വണ്ടിയിലെ യാത്ര ചെയ്യുന്നു. അനേകരെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറിയ പലകയെ പിടിച്ച് അക്കരെ എത്താനൊക്കോ? പറ. ഈശാനമൂലം അടിക്കുക, അക്കരെ എത്താനൊക്കോ? നിലയില്ലാത്ത കടല, അക്കരെ എത്താനൊക്കോ? സൂര്യനെ കാണുന്നില്ല, കണ്ടാടുന്ന പറയുന്നത് പകലാന്ന്. ചന്ദ്രനെ കാണുന്നില്ല, കണ്ടാടുന്ന രാത്രിയാന്ന് പറയാം. ഇത് പകലാണോ രാത്രിയാണോ അറിയത്തില്ല. പക്ഷെ വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ളവനെ അക്കരെ എത്തിച്ചെങ്കിൽ നിന്നോട് വാഗ്ദത്തമുണ്ട്, നിന്റെ കുടുംബത്തോട് വാഗ്ദത്തമുണ്ട്. നിരാശപ്പെടരുത്. പ്രത്യാശയോടെ പറ, ദുഷ്ടപിശാചേ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ ഇയ്യോബിന്റെ ദൈവം എന്റെ ദൈവമാ. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് തരാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട്. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് നന്നായിട്ട് ആരാധിക്കട്ടെ. നഷ്ടപ്പെട്ടതിനെ എല്ലാം മടക്കി തരുന്ന രക്തം ജയം. ഹല്ലേലൂയ. എല്ലാം തകർന്നിട്ടും ഇയ്യോബിന്റെ ഹൃദയം തകർന്നില്ല കേട്ടോ. ഹൃദയം കലങ്ങിയില്ല. എന്നെ ഇയ്യോബേ, പിള്ളേര് 10 ചത്തിട്ട് ഹൃദയം കലങ്ങാത്ത എന്നെ ഇയ്യോബേ, 7000 ആട് പോയിട്ട് ഹൃദയം കലങ്ങാത്ത എന്നെ ഇയ്യോബേ, 3000 ഒട്ടകം പോയിട്ട് ഹൃദയം കലങ്ങാത്ത. ഹലോ, നെറുകം മുതൽ ഉള്ളങ്കാല് വരെ വ്രണം വന്ന്, പരുക്കൾ വന്ന്, അതിന്റെ വായ്ക്ക് വരെ പുഴിഞ്ഞുളച്ചിട്ട് എന്നെ ഹൃദയം കലങ്ങാത്ത ആ മനുഷ്യൻ പറഞ്ഞു, ചെറിയാച്ചു, വീണ്ടെടുപ്പുകാരൻ ചത്തിട്ടില്ല, പിള്ളാരെ ചത്തിട്ടുള്ളൂ, ഒട്ടകമേ പോയിട്ടുള്ളൂ, വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുക. അവൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടെടുത്ത് തരും. നിന്റെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോയ നന്മയെ വീണ്ടെടുത്ത് തരാൻ കഴിവുള്ള ഒരു ദൈവം ജീവിച്ചിരിക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. തകർന്നുപോയ കുടുംബ ബന്ധത്തെ, തകർന്നുപോയ ഭൗതിക നന്മകളെ, ശൂന്യമാക്കപ്പെട്ട വഴികളെ ഇന്ന് പകൽക്കാലം വീണ്ടെടുത്ത് തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കരുത്. യഹോവയിലും അവന്റെ ദയയിലും അവന്റെ നീതിയിലും അവന്റെ വിശ്വസ്തതയിലും പ്രശംസിക്കണം. ദൈവം ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും എന്ന് ഉറപ്പുള്ളവരെ കൈ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, വിശ്വസിച്ചേ. മന്ന ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞതുപോലെ, പാറയിൽ നിന്ന് വെള്ളം ചാടിപ്പുറപ്പെട്ടതുപോലെ, കടലിൽ നിന്ന് കാട പറന്നു വന്നതുപോലെ നിനക്ക് വേണ്ടി ചില നന്മകൾ, ചില വിടുതലുകൾ,
ചില വഴികൾ, ഓ ഹല്ലേലൂയ, അത് പൊഴിഞ്ഞു വരുന്നത് പോലെ, പറന്നു വരുന്നത് പോലെ, ഓ ചാടി പുറപ്പെടുന്നത് പോലെ, ചില സഡൻലിയുള്ള പെട്ടെന്നുള്ള വിടുതല്, ചില അത്ഭുതകരമായ നന്മയുടെ ചാലുകൾ ദൈവം നിനക്കായി തുറക്കുകയാ. ഏറ്റെടുക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ മാറ്റമില്ലാത്ത ദൂതിന്റെ മുമ്പിൽ കരമുയർത്തി ഇരിക്കുന്ന എല്ലാ വിലപ്പെട്ട നിന്റെ ദാസന്മാര്, ദാസിമാര്, യൗവനക്കാര്, കുഞ്ഞുങ്ങള്, ലൈവിൽ ഞങ്ങളെ കാണുന്ന നിന്റെ വിലപ്പെട്ട ജനം, നിരാശയുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, ഭാരമുള്ളവരുണ്ട്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായവരുണ്ട്, തലമുറകളെ കുറിച്ച് വ്യാകുലപ്പെടുന്നവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്. അപ്പാ, ഇന്ന് പകൽ എല്ലാത്തിനും മതിയായ ദൈവത്തിന്റെ അത്ഭുതം ഈ വ്യക്തികളുടെ ജീവിതത്തിന് മേൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വെളിപ്പെടട്ടെ. പാറയ്ക്കകത്തുനിന്ന് വെള്ളം ചാടി പുറപ്പെട്ടതുപോലെ, ഓ ഹല്ലേലൂയ, ഏദോമിൽ നിന്ന് വെള്ളം ഒഴുകി വന്നതുപോലെ, കുടിച്ച കുഴികളെല്ലാം നിറഞ്ഞതുപോലെ, കലത്തിൽ മാവ് വറ്റാതെ ഇരുന്നത് പോലെ, ഭരണിയിലെ എണ്ണ കുറയാതിരുന്നത് പോലെ, ഒരു ഭരണി എണ്ണ കൊണ്ട് കടങ്ങൾ വീട്ടപ്പെട്ടതുപോലെ, ഇന്ന് പോലും ഉള്ളത് കൊണ്ട് ഒരത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന അഞ്ചപ്പത്തെ 5000 പോഷിപ്പിച്ചതുപോലെ, ഓ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കരപടിച്ചൊരു നിമിഷം. ഹല്ലേലൂയ. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ.